എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് കമ്പൈൻ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ 10 ടെയിലിനെ കത്തിയിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ പവർ അത് കൂട്ടും തോറും ആ ഒരു ഫ്ലെയിം അത് മുഴുവനായിട്ടും അങ്ങനെ ആളിപ്പടരും. സായിക്കാണെങ്കിൽ ഇത് കണ്ടൊന്നും മനസ്സിലാവില്ല. സായി ജൂഗോയോട് ചോദിക്കും, എന്തുകൊണ്ടായിരിക്കും സാസുക ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക? അതിന് ജൂഗോ പറയും, അതെനിക്കും അറിയില്ല. എന്തോ ഒരു ലക്ഷ്യം അവന്റെ ഉള്ളിലുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ഫൈക്ക് ആകാശ് അവരെല്ലാവരെയും ഒറോച്ചുമാറും കക്ഷുകയും ചേർന്ന് ഹേല് ചെയ്ത് കഴിഞ്ഞു. കക്ഷുകയാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ ഹൊക്കാഗെ ആന്റിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഗാറ പറയും, ഇനി നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ബാറ്റിൽ ഫീൽഡിലേക്ക് പോകണം. നിങ്ങൾ ആരും നിങ്ങളുടെ പവർ കളയേണ്ട ആവശ്യമില്ല. നിങ്ങളെ എല്ലാവരെയും അവിടേക്ക് എത്തിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. അപ്പൂപ്പ ഹൊക്കാഗെ പറയും, നമുക്ക് ഒരുപാട് ഇന്റൽസ് പോകുന്ന വഴി കളക്ട് ചെയ്യണം. എങ്കിലും മാത്രമേ 10 ടെയിലിനെയും മാതരെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സായി കാണിക്കും. സായി ചോദിക്കും, സാസുക ഇവിടേക്ക് വന്നത് അവന്റെ പഴയ വില്ലേജാണ് ഇത് എന്നതുകൊണ്ടാണ്, പക്ഷെ നീ എന്തിനാ ഇവിടേക്ക് എത്തിയേ? അതിന് ജൂഗോ ചിരിക്കും, സാസുക എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. അവനെ പ്രൊട്ടക്ട് ചെയ്യലാണ് എന്റെ ഉത്തരവാദിത്വം. ഇവിടെ നറൂട്ടോ പറയും, സാസുക എത്രയും പെട്ടെന്ന് ആ ഒരു ഫ്ലെയിം അതിന്റെ ആധിക്യം കുറയ്ക്കണം. കാരണം ആ 10 ടെയിലിന്റെ ഉള്ളില് മറ്റ് മോൺസ്റ്റേഴ്സ് ഉണ്ട്. സോ അവറ്റകൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിന് സാസുക ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ആ മോൺസ്റ്റേഴ്സ് എല്ലാവരും ഇതോടുകൂടെ കത്തി അമർന്ന് ഇല്ലാതാവണം. അതിന് കുട്ടപ്പൻ ടെൻഷനാവും. അയ്യോ വേണ്ട വേണ്ട, അത് വലിയ അപകടമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ 10 ടെയില് അതതിന്റെ തീ കത്തുന്ന ഭാഗം അത് വെട്ടിയെറിഞ്ഞ് അവിടുന്ന് മുൻപോട്ട് ഓടി രക്ഷപ്പെടും. അതേസമയം ഇവിടെ സായി അവൻ സാക്കുറയോട് ചോദിക്കും, ആക്ച്വലി എനിക്ക് സാസുകയെ അത്രയ്ക്ക് പരിചയമൊന്നുമില്ല, എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാസുക അവൻ പഴയ പോലെ നല്ലൊരു കോമ്പനന്റ് ആയിട്ടാണോ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക? സാക്കുറ പറയും, അവനിപ്പോ ഇവിടേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. കട്ട് ചെയ്ത ആ ഒരു ഡയമെൻഷൻ കാണിക്കും. അവിടെ ഒബീട്ടോയും കാക്കാഷിയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം പുറഞ്ചം വെട്ടി ചോര തുളുമ്പി വീണ് കിടക്കുകയാണ്. കാക്കാഷി ഒബീട്ടോട് കെഞ്ചും, ദയവ് ചെയ്ത് നീ കെഞ്ചിപ്സു അത് സ്റ്റോപ്പ് ചെയ്യണം, ഇനിയും ഇങ്ങനെ മുൻപോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഒബീട്ടോ ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. ഉടനെ കാക്കാഷി അവനിപ്പോ ഹാൻഡ്സൈനൊക്കെ ഉപയോഗിച്ച് ഒബീട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അത് കണ്ട് ഒബീട്ടോ അവനും സെയിം ഹാൻഡ്സൈൻ ഇട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ കാക്കാഷിയെ നോക്കി നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ചെറുപ്പത്തില് ഇതേ ഹാൻഡ് സൈൻ ഉപയോഗിച്ച് എങ്ങനെ അവർ ഫൈറ്റ് ചെയ്തോ അതുപോലെ തന്നെയായിരിക്കും ഇപ്പോഴും അവർ ഫൈറ്റ് ചെയ്യുക. ഉടനെ രണ്ടുപേരും ഹാൻഡ് സൈൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ ഗ്യാപ്പിൽ ഒബീട്ടോ അവൻ ഫയർ സ്റ്റൈൽ ഉപയോഗിച്ച് കാക്കാഷി അറ്റാക്ക് ചെയ്യും. ഉടനെ കാക്കാഷി അവനൊരു വാള് ക്രിയേറ്റ് ചെയ്ത് ആ ഫയർ സ്റ്റൈല് അതിനെ പ്രിവെന്റ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും ഒബീട്ടോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി കാക്കാഷിയെ വെട്ടിത്തിരിപ്പിച്ച് പുറകിലൂടെ വന്ന് ഒരു കത്തി എടുത്ത് കാക്കാഷി ആഞ്ഞു വെട്ടും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കാക്കാഷി പകച്ചു നിൽക്കുമ്പോ അവൻ വീണ്ടും ഒരു റാഡ് എടുത്ത് അത് വെച്ച് കാക്കാഷി അറ്റാക്ക് ചെയ്യാനായിട്ട് വീണ്ടും ചാടി ചാടി നിൽക്കും. അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ കാക്കാഷി അവൻ ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഒബീട്ടോയെ അങ്ങനെ അട്ടിച്ച് തെറിപ്പിക്കും. പക്ഷെ അതിലും ഒബീട്ടോ പിന്മാറാൻ തയ്യാറാവില്ല. വീണ്ടും കക്കാഷിക്ക് നേരെ അവൻ പാഞ്ഞടുക്കും. കാക്കാഷി മാസ്റ്റർ ഒരു സെക്കൻഡ് ഇപ്പൊ ആളുടെ ടീംമേറ്റ്സിനെ കുറിച്ച് ആലോചിക്കും. നറൂട്ടോ അവൻ വളരെ പവർഫുൾ ആണ്, അവനെ ഈ ലോകത്തിന് ആവശ്യമാണ്. സോ എന്ത് വില കൊടുത്തും അവനെ പ്രൊട്ടക്ട് ചെയ്യണം. സാസുകയുടെ കാര്യത്തില് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവനിപ്പോ ലീഫ് വില്ലേജിൽ തന്നെ ഒരു റോക്ക് നിഞ്ചയാണ്. സോ സാസുകയെ തകർത്തില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. പക്ഷെ നറൂട്ടോ ഉള്ളിടത്തോളം കാലം സാസുകയെ ഒന്നും ചെയ്യാൻ അവൻ അനുവദിക്കില്ല. കാരണം നറൂട്ടോയ്ക്ക് അവൻ സ്വന്തം ബ്രദറിനെ പോലെയാണ്. കാക്കാഷി പറയും, എന്റെ കോമ്പനൻസിനെ അവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇവനെ ഞാൻ കൊല്ലണം. എന്റെ മുൻപിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് ഇവനാണെന്ന് പറഞ്ഞ് കാക്കാഷി ചിത്തോരി എടുത്ത് അങ്ങനെ ചാടി വന്ന് ഒരൊറ്റ വെട്ട്. ചോരയിൽ കുളിച്ച് ഇപ്പൊ ഒബീട്ടോ അവനങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. പിന്നെ അവന് അനക്കം ഉണ്ടാവില്ല. അല്പസമയം കഴിയുമ്പോൾ ഒബീട്ടോ വീണ്ടും കണ്ണു തുറക്കും. കാക്കാഷി പറയും, ഇതാണ് നിന്റെ അവസാന സമയം. എനിക്ക് എന്റെ പഴയ ഒബീട്ടോയെ നഷ്ടപ്പെട്ടു. ഈ ഒരു ഒബീട്ടോയെ എനിക്കിഷ്ടമല്ല, നീ ജീവിക്കാൻ പാടില്ല എന്ന് പറയും. അതിന് ഒബീട്ടോ ചിരിക്കും. ഒബീട്ടോ പറയും, ഞാനിപ്പോ എന്റെ പഴയ സുഹൃത്ത് കാക്കാഷിയെ ജയിപ്പിക്കാൻ പോവാണ്. ഉടനെ കാമുയി ജിപ്സ് ഉപയോഗിച്ച് ഒബീട്ടോ
അവൻ അവിടുന്ന് മറഞ്ഞു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മാധുര അവനിപ്പോ ഹാസ്രാമയുടെ ക്ലൗണിനെ അങ്ങനെ തല്ലിക്കൊന്ന് അവന്റെ മുൻപിൽ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ്. മാധുര പറയും, നിന്റെ ശ്രദ്ധ മുഴുവൻ ആ വാറിലാണ്, അതുകൊണ്ടാണ് ഇപ്പൊ നിനക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഹാസ്രാമയുടെ ക്ലൗണ് അതിപ്പോ ഒരു വുഡ് ജിപ്സുമായി മാറും. അത് മാധുരയോട് ചോദിക്കും, ശരി ഓക്കെ, ആക്ച്വലി നിനക്കിപ്പോ എന്താ വേണ്ടേ? മാധുരയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല, കാലുമടക്കി ഒരൊറ്റ തൊഴി കൊടുക്കും. ആ ഒരു തൊഴിയില് അതങ്ങനെ തെറിച്ചു പോയി തകർന്നു വീഴും. അപ്പൊ അതേസമയം മാധുരയുടെ തൊട്ടു മുൻപിലേക്ക് ഒബീട്ടോ വന്ന് വീഴും. മാധുരയ്ക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. ഞാൻ പൂർണ്ണമായിട്ട് ആ ടെൻറ്റയില് അതായി തീരുന്നതിന് മുൻപ് എനിക്ക് ഹാസ്രാമയായിട്ട് ഫൈറ്റ് ചെയ്യണം. മാധുര അടുത്ത സെക്കൻഡ് ഇപ്പൊ ഒബീട്ടോയുടെ മേലെ ആ റാഡുകള് അത് കുത്തിയിറക്കും. ഒബീട്ടോ ആണെങ്കിൽ നിലവിളിക്കാൻ തുടങ്ങും, നോ, അവനെ കൊണ്ട് ആ ഒരു പെയിൻ താങ്ങാൻ കഴിയില്ല. ഉടനെ ബ്ലാക്ക് സെഡ്സു അതവന്റെ ബോഡിയിൽ അങ്ങനെ ക്രിയേറ്റ് ആയി വരും. ഒബീട്ടോ ആണെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് റിന്നിനെ ആലോചിക്കും. ഇവിടെ മാധുര അവൻ ഒബീട്ടോയെ നോക്കി ചിരിക്കും. അവൻ പറയും, നിന്നെ ഞാൻ പണ്ട് രക്ഷപ്പെടുത്തിയത്, ഇത്രയും കാലം നിന്റെ ജീവൻ ഞാൻ പിടിച്ചു നിർത്തിയത് എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു ഇതെല്ലാം ഞാൻ ചെയ്തത്. മാധുര ഒബീട്ടോട് പറയും, അന്ന് ഞാൻ നിനക്ക് ചെയ്ത സഹായം, അതിന് നിനക്ക് നന്ദി കാണിക്കാനുള്ള സമയം അതിതാണ്. സോ ഞാൻ തന്ന ജീവൻ അത് ഞാൻ തന്നെ തിരിച്ചെടുക്കാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹാസ്രാമ ആൾക്ക് പിടികിട്ടും, മാധുര അവൻ തന്നെയാണ് ഈ ഒബീട്ടോയെ അടക്കം എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്. ഹാസ്രാമയാണെങ്കിൽ ഫുൾ പവറില് അങ്ങനെ നിലവിളിച്ചു പറയും, ആ ടെൻറ്റയിലിന്റെ ആ ബോർഡർ ജിപ്സു അത് നിങ്ങൾ എല്ലാവരും ചേർന്ന് സ്റ്റോപ്പ് ചെയ്യ്. ഹാസ്രാമയുടെ മനസ്സിൽ ഇപ്പൊ മാധുര മാത്രമേ ഉള്ളൂ. എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ തിരികെ വരാനായിട്ട് അനുവദിക്കില്ല, ഉറപ്പായിട്ടും ഞാനത് തടയും. അടുത്ത സെക്കൻഡ് ഹാസ്രാമ അവന്റെ വുഡ് ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് ഹാസ്രാമ ഉദ്ദേശിച്ച അത്രയും കൗണ്ടില്ല. അവനുടനെ ഇപ്പൊ ടോബിറാമയോട് പറയും, ടോബിറാമ എനിക്കിപ്പോ നിന്റെ സഹായം ആവശ്യമാണ്, നിന്റെ ക്ലൗൺസിനെയും എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യ്. പക്ഷെ ടോബിറാമയ്ക്കാണെങ്കിൽ അവന്റെ രണ്ട് ക്ലൗണിനെ മാത്രമേ ക്രിയേറ്റ് ചെയ്യാനാവൂ. ഉടനെ ടോബിറാമയും ഹാസ്രാമയും അവർ രണ്ടുപേരും അവരുടെ ക്ലൗൺസിനെ മാധുരയ്ക്ക് നേരെ അയക്കും. പക്ഷെ മാധുരയ്ക്കാണെങ്കിൽ അതൊന്നും കണ്ടിട്ടും യാതൊരു കൂസലും ഉണ്ടാവില്ല. അവൻ അങ്ങനെ പമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഹായായിട്ട് അവറ്റകളെ നോക്കി നിൽക്കും. അതേസമയം മിനട്ടോ ആളിപ്പോ എന്തോ ഒരു പ്രത്യേക ജിപ്സു ക്രിയേറ്റ് ചെയ്യാണ്. കട്ട് ചെയ്ത ഒബീട്ടോ അവന്റെ തലയൊക്കെ ഇപ്പൊ വൈറ്റായി മാറി മറ്റൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാസുകയാണെങ്കിൽ ആ ടെൻറ്റയിലിനെ അതിനെ ലോക്ക് ചെയ്യാനായി അതിന്റെ അടുത്തേക്ക് വരും. പക്ഷെ എന്താ സാസുക എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവന്റെ സ്നേക്കിനെ ആ ടെൻറ്റയില് ഇപ്പൊ ചുരുട്ടിയെടുത്ത് അതിന്റെ ടെന്റിക്കിൾസിൽ ലോക്ക് ചെയ്യും. അത് കണ്ട സാസുക അവൻ സുസാനെ ക്രിയേറ്റ് ചെയ്ത് റാഡുകളൊക്കെ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഒബീട്ടോയും മാധുരയും അവർ രണ്ടുപേരും എല്ലാവരെയും തകർക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർ രണ്ടുപേരെയും തടയാനും ഇല്ലാതാക്കാനും നമ്മുടെ ആൾക്കാർ ഓരോ ഭാഗത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് ഓടിയെടുക്കും. നറൂട്ടോ, സാസുക, മിനട്ടോ അങ്ങനെ എല്ലാവരും ഇപ്പോ അവർക്ക് നേരെ പാഞ്ഞടുത്തോണ്ടിരിക്കുകയാണ്. ഒബീട്ടോ ഇപ്പോഴും റിന്നിനെയും കാക്കാഷിയെയും കുറിച്ച് ആലോചിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതും നടന്നു പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തു നിൽക്കും. അടുത്ത സെക്കൻഡ് മിനട്ടോ അവനിപ്പോ ഒബീട്ടോയെ രണ്ടായിട്ട് വെട്ടിയെറിയും. മിനട്ടോ ആണെങ്കിൽ ഇപ്പൊ ഒബീട്ടോയെ കണ്ട് ഷോക്കാവും. നീ ആയിരുന്നോ ഇത്രയും നാളും ടോബി എന്ന പേരില് ഇവിടെ കറങ്ങി നടന്നേ? ഉടനെ ഒബീട്ടോ അവൻ ചോര തുളുമ്പി താഴേക്ക് വീഴും. സാസുകയാണെങ്കിൽ ഒബീട്ടോയെ നോക്കി ഫ്രീസായിട്ട് നിൽക്കും. ഉടനെ മിനട്ടോ പറയും, നീ ഇപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായാലും വലിയൊരു ഹൊക്കാഗെ ആയി തീർന്നേനെ. നിന്റെ ലൈഫില് നിനക്ക് ഇങ്ങനെ ഒരു വിധിയായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സാസുക പറയും, നമ്മുടെ മുൻപിൽ സമയമില്ല, എത്രയും പെട്ടെന്ന് ഇവനെ സീൽ ചെയ്യണം. ഒബീട്ടോയെ സീൽ ചെയ്തില്ലെങ്കിൽ ഇവനെ ഉപയോഗിച്ച് ആ മാധുര അവൻ വീണ്ടും നമ്മുടെ ലോകത്തിലേക്ക് തിരികെ എത്തും. പിന്നെ അവനെ തകർക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ഒബീട്ടോ അവൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു. അവരുടെ ഫോർമേഷൻ ജിപ്സു അത് ആക്ടിവേറ്റ് ആയി. ഇവിടെ ആ ടെൻറ്റയില് പതിയെ ഇല്ലാതാവും. മിനട്ടോയും സാസുകയും അവർ രണ്ടുപേരും അവിടുന്ന് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ടെൻറ്റയിലാണെങ്കിൽ ഇപ്പൊ ഒരു മുട്ട പോലായി മാറും. അതേ സമയത്ത് നറൂട്ടോ അവൻ സാസുകയെയും മിനട്ടോയെയും അങ്ങനെ പിടിച്ചു വലിച്ച് തവളയുടെ പുറത്ത് കയറി അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. ടെൻറ്റയിലൂടെ ക്രിയേറ്റ് ആയ ആ ഒരു വലിയ മുട്ട അത് പൊട്ടിത്തെറിച്ച് വൈറ്റ് കളറില് ഒരു ഒബീട്ടോ ഇപ്പൊ പുറത്തേക്ക് വരും. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.